Hi everyone. I hope you are all fine. Okay, now look at here. What is this? It is a 10 rupee coin. Now I am going to flip it. Okay. Is it a head or a tail? Come on, take your chance. Okay, no problem. Today we are going to enter into the next unit. That is unit number 3, Mathematics of Chance. ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറെ പ്രഡിക്ഷൻസ് പ്രവചനങ്ങൾ നടത്താറുണ്ട് അല്ലെ. ഇപ്പോ ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് വരികയാണെങ്കിൽ ചില ആളുകൾ പറയും ഇന്ത്യ ജയിക്കും, ചില ആളുകൾ പറയും ഓസ്ട്രേലിയ ജയിക്കും. എന്താ കാര്യം? അത് അവരുടേതായ ചില കാൽക്കുലേഷനെ ബേസ് ചെയ്ത് അവർ പറയും. അതുപോലെ ഇന്ന് മഴ പെയ്യുമോ എന്ന് ചോദിച്ചാലോ, അപ്പൊ ചില ആളുകളും കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയിട്ട് അവർ പറയും ചിലപ്പോ മഴ പെയ്യും, ചിലപ്പോ മഴ പെയ്യില്ല. പിന്നെ നിങ്ങൾ ഓഡ് ഓർ ഈവൻ എന്ന് പറഞ്ഞ ഗെയിം കളിക്കാറുണ്ട് അല്ലെ. അപ്പം ഇതിന്റെയൊക്കെ പിന്നിൽ കുറെ കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻ അത് എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സ് ആണ്. ആ മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ let us divide this chapter into different sections. First one, introduction. Second, possibilities as numbers. Third, geometrical probability. Fourth, pairs. And the last one, more pairs. Before entering into the chapter, let us have a glance through the review section. Review. Number system, natural number or counting numbers, other 1, 2, 3, 4, etc. Whole numbers 0, 1, 2, 3, 4, 5, etc. Even numbers 2, 4, 6, 8, 10, etc. Odd numbers 1, 3, 5, 7, 9, etc. Next, prime numbers and composite numbers. ഇവിടെ factors of 2 ന്റെ factor എങ്ങനെ കണ്ടുപിടിക്കാം? സൈഡിൽ നോക്കിയേ, 2 can be expressed as 1 into 2 equal to 2. ഇനി മറ്റൊരു രീതിയിലും 2നെ നമുക്ക് എഴുതാൻ പറ്റാത്തതിനാൽ 2ന്റെ ഫാക്ടർ ആരെല്ലാമാണ്? 1ഉം 2ഉം. അതുപോലെ factors of 3, 1 into 3 equal to 3. So the factors of 3 are 1 and 3. അപ്പം ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ പ്രത്യേകത എന്താണ്? അവയുടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1ഉം ആ നമ്പറും മാത്രമാണ്. വാട്ട് ഈസ് ദ ഫാക്ടർ ഓഫ് 4? 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 into 4 equal to 4, 2 into 2 equal to 4. അപ്പം 4ന്റെ ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? 1, 4, 2. ഇനി അടുത്ത് നോക്കിയേ, ഫാക്ടേഴ്സ് ഓഫ് 6. 6 can be expressed as 1 into 6 equal to 6, 2 into 3 equal to 6. So the factors of 6 are 1, 6, 2 and 3. What do you mean by a prime number? Prime numbers are numbers which have only 2 factors. ഏതെല്ലാം? 1 and the number itself. Example, 2, 3, 5, 7, 11, 13, 17, 19, etc. അങ്ങനെ 1 മുതൽ 50 വരെ 15 പ്രൈം നമ്പേഴ്സും അതുപോലെ 1 മുതൽ 100 വരെ 1 to 100 there are 25 പ്രൈം നമ്പേഴ്സും ഉണ്ട്. നെക്സ്റ്റ്, അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ നമ്പേഴ്സ് വിച്ച് ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. നമ്മൾ രണ്ടാമത്തെ സെറ്റിൽ കണ്ടു, എന്താ? ആ നമ്പറുകൾക്ക് 2ൽ കൂടുതൽ ഫാക്ടറുകളുണ്ട്. ഏതെല്ലാമാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്? 4, 6, 8, 9, 10, etc. അങ്ങനെയെങ്കിൽ what is the factor of 1? 1 can be expressed as 1 into 1 equal to 1. So factor of 1 is 1. That is, 1 has only one factor. 1 is neither a prime number nor a composite number. Next is fractions. A fraction can be denoted as numerator by denominator. Fraction എപ്പോഴും numerator by denominator ആയിട്ട് എഴുതും. ഈ ലൈനിനെ നമ്മൾ ബൈ എന്ന് പറയുന്ന ആ ലൈനിനെ ഡിവിഷൻ ലൈൻ എന്നാണ് പറയുന്നത്. ഇനി fractions can be divided into 2
ആസ് പ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുത് ആയിരിക്കും. എക്സാമ്പിൾ 1/4. അടുത്ത നെക്സ്റ്റ് ഈസ് ദ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുത് ആയിരിക്കും. എക്സാമ്പിൾ 7/2. നമ്മളെ നോർമൽ പരീക്ഷ എന്ത് കാൽക്കുലേഷൻ ആണെങ്കിലും ഫൈനൽ ആൻസർ എപ്പോഴും പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടേ എഴുതാൻ പാടുള്ളൂ. അപ്പോ സപ്പോസ് നമ്മൾ എഴുതി വരുമ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് ന്യൂമറേറ്റർ വലുതായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു പ്രോപ്പർ ഫ്രാക്ഷൻ. അതിന് എന്ത് ചെയ്താൽ മതി? ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 3 times 6 remainder 1. Here 3 is the quotient, so we write the quotient first, then put the division line. അതിനുശേഷം റിമൈൻഡർ 1 ആണ്, 1 മുകളിലും എഴുതും, ഡിവൈസർ 2 താഴെയും എഴുതും. ഈ ഫ്രാക്ഷൻ ആണ് എന്ത്? മിക്സഡ് ഫ്രാക്ഷൻ. എന്തുകൊണ്ടാണ്? അവിടെ ഒരു ഇന്റിജർ ടേമും ഉണ്ട്, അതിന്റെ കൂടെ ഒരു ഫ്രാക്ഷണൽ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ട്. ഇതിനെ എങ്ങനെയാ വായിക്കുന്നത്? 3 and 1/2. ഇതിന്റെ മീനിങ് 3 plus 1/2 എന്നാണ്. നെക്സ്റ്റ്, ഓപ്പറേഷൻസ് ഓഫ് ഫ്രാക്ഷൻ. ഫസ്റ്റ് വൺ, അഡിഷൻ. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? അതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇവിടെ 1/9, 2/9, 5/9 മൂന്ന് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്ത് തന്നെയാണ്? 9 എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ ഡിനോമിനേറ്റർ ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പം എങ്ങനെ എഴുതാം? 1 plus 2 plus 5 equal to 8/9. ഓക്കെ, സപ്പോസ് ഡിനോമിനേറ്റർ സെയിം അല്ല എങ്കിൽ ഇവിടെ നോക്കിയേ, 1/4 plus 3/6. ഇവിടെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കുക. ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക. അപ്പൊ LCM എടുക്കാനായിട്ട് 4, 6 അതിന്റെ LCM 2 times 2, 3. അടുത്ത 2 ഉണ്ട്, 1, 3, വീണ്ടും 3 ഉണ്ട്, 1, 1. സോ LCM equal to ഇതെല്ലാം കൂടെ ഇൻഡു ചെയ്യുക. 2 into 2 into 3 that is equal to 12. അപ്പൊ LCM എന്ത് കിട്ടി? 12. അപ്പൊ ഈ 4നെ 12 ആക്കാൻ ഏതുകൊണ്ട് ഇൻഡു ചെയ്താൽ മതി? നമുക്ക് 3 കൊണ്ട് ഇൻഡു ചെയ്യാം. അപ്പൊ 3 കൊണ്ട് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ മാത്രമല്ല ന്യൂമറേറ്ററും ഇൻഡു ചെയ്യണം. അതുപോലെ 6നെ 12 ആക്കാൻ ഇൻഡു 2, ഇവിടെയും ഇൻഡു 2. അപ്പൊ എന്താവും? 3/12 പ്ലസ് 6/12. ഇപ്പൊ എന്തായി? രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പൊ നമുക്ക് ആദ്യം ചെയ്തതുപോലെ ഒറ്റ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ രണ്ടും കൂടെ ആഡ് ചെയ്യുക. 3 plus 6 equal to 9. 9/12. 9/12 നമുക്ക് എന്ത് ചെയ്യാം? ചെറുതാക്കാനായിട്ട് പറ്റും. 3 കൊണ്ട് കട്ട് ചെയ്താൽ 3ഉം 4ഉം ഈക്വൽ ടു 3/4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ അഡിഷനില് 2 ഫ്രാക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കൊരു എളുപ്പ മാർഗവും കൂടെ ഉണ്ട്. നമുക്ക് സെയിം പ്രോബ്ലം തന്നെ എടുക്കാം. ഏത്? 1/4 പ്ലസ് 3/6. ഈ മെത്തേഡ് ഷോർട്ട് കട്ട് മെത്തേഡ്, ക്രോസ് മെത്തേഡ് എന്ന് പറയും. അതില് 2 ഫ്രാക്ഷന് മാത്രമേ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ചെയ്യുന്ന മെത്തേഡ്, ആദ്യം ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ ക്രോസ് ചെയ്യുക, ഇൻഡു ചെയ്യുക. ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ ഇൻഡു ചെയ്യുക. ഈ 2 ഡിനോമിനേറ്ററും പരസ്പരം ഇൻഡു ചെയ്യുക. അപ്പൊ എന്ത് വരാം? ഈക്വൽ ടു നേരെ ഡിവിഷൻ ലൈൻ 1 into 6. 1 into 6. 1 into 6. ഇവിടുത്തെ സൈൻ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. അടുത്ത 4 into 3. 4 into 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ രണ്ടും ഇൻഡു ചെയ്യുക. 4 into 6 ഈക്വൽ ടു 1 into 6 6 പ്ലസ് 4 into 3 12 ഡിവൈഡഡ് ബൈ 4 into 6 24 ഈക്വൽ ടു എന്ത് വരും? 6 plus 12 18/24. 18ഉം 24ഉം 6ന്റെ ടേബിൾ ആണ്. അപ്പൊ 6 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 3ഉം വരും, ഇവിടെ 4ഉം വരും. ഈക്വൽ ടു 3/4. ഇത് നെക്സ്റ്റ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷനും അഡിഷൻ പോലെ തന്നെയാണ്. ഫസ്റ്റ് ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് നോക്കുക. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യാം?
ന്യൂമറേറ്ററുകൾ മൈനസ് ചെയ്ത ശേഷം ഡിനോമിനേറ്റർ അതുപോലെ എഴുതുന്നു. ദാറ്റ് ഈസ് 8 minus 5 divided by the same denominator 9. 8 minus 5 3 by 9. ഏതൊരു ഫ്രാക്ഷൻ കിട്ടിയാലും it must be expressed in the lowest or simplest form. അപ്പം ഇതിനെ ചെറുതാക്കാൻ പറ്റും. എന്തുകൊണ്ടാ? 3യുടെ മൾട്ടിപ്പിൾ. അപ്പൊ 3 ഉണ്ട്, രണ്ടിനെയും കട്ട് ചെയ്തു. 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1 ഇവിടെ 3 ഉണ്ട്. ദാറ്റ് ഈസ് 1 by 3. സെക്കൻഡ് കേസ്, ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറന്റ് ആണ്. ഡിനോമിനേറ്റർ ഡിഫറന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കണം. സെയിം ആക്കാനായിട്ട് ഡിനോമിനേറ്റേഴ്സിന്റെ LCM എടുക്കുക. ഇവിടെ 9ഉം 3യുടെ മൾട്ടിപ്പിൾ ആണ് 9 എന്നതുകൊണ്ട് LCM എന്ത് തന്നെ ആയിരിക്കും? 9 തന്നെ ആയിരിക്കും. അപ്പോൾ ഡിനോമിനേറ്റർ 9 ആക്കാൻ ഇവിടെ 9 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇവിടെ 3നെ 9 ആക്കാൻ ഇൻറ്റു 3, താഴെയും മുകളിലും 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. സോ 7 by 9 മൈനസ് 1 into 3 3 by 9. 7 രണ്ടിന്റെയും എന്തായി? ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ ന്യൂമറേറ്റർ മൈനസ് ചെയ്യുക ബൈ ഡിനോമിനേറ്റർ. ആൻസർ 4 by 9. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ട് ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മെത്തേഡിലൂടെയും ഇത് ചെയ്യാം. എന്ത് ചെയ്യാം? 3 കൊണ്ട് 7 ഇൻറ്റു ചെയ്തു, 9 കൊണ്ട് 1 ഇൻറ്റു ചെയ്തു. അപ്പോൾ 7 into 3 മൈനസ് 9 into 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ രണ്ടും ഇൻറ്റു ചെയ്തു. 9 into 3 ഈക്വൽ ടു 21. ഇത് 21, ഇത് 9. 21 മൈനസ് 9 by 27. ദാറ്റ് ഈസ് 12 by 27. 12ഉം 27ഉം 3യുടെ ടേബിളിലാണ്. അപ്പൊ 3 കൊണ്ട് കട്ട് ചെയ്യാം. 4 by 9. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഫ്രാക്ഷന്റെ ഓപ്പറേഷനിൽ ഏറ്റവും എളുപ്പമാണ് മൾട്ടിപ്ലിക്കേഷൻ. ഇതാ നോക്കിയോ, ഇവിടെ 2 by 3 into 5 by 7. ഇവിടെ ഒന്നും നോക്കണ്ട, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ന്യൂമറേറ്ററുകൾ ഇൻഡ്യൂസ് ചെയ്യുക, ഡിനോമിനേറ്ററുകൾ ഇൻഡ്യൂസ് ചെയ്യുക. ന്യൂമറേറ്റർ ആരെല്ലാം 2ഉം 5ഉം. സോ 2 into 5 by 3 into 7. ഇവിടെ വെട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ വെട്ടുക. ഇതിപ്പോ ഇവിടെ കോമൺ ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് വെട്ടുന്നില്ല. ബാക്കി എന്ത് വരും? 2 into 5 10 by 21. ഇതുപോലെ ഡിവിഷൻ 14 by 9 ഡിവൈഡഡ് ബൈ 7 by 3. രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ തന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഫ്രാക്ഷൻ അതുപോലെ എഴുതുക. 14 by 9 ഡിവിഷൻ സൈനിനെ ഇൻഡു ആക്കുക. ഇൻഡു ആക്കിയതിനു ശേഷം ഡിവിഷന് ശേഷം വരുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ തിരിച്ച് ഇടുക. അപ്പൊ എന്ത് വന്നു? 3 by 7. ഓക്കെ, ഇപ്പൊ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ പോലെയായി. ഇനി ഡയറക്റ്റ് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ ഇൻഡു ചെയ്തു, ഡിനോമിനേറ്റർ ഇൻഡു ചെയ്തു. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം? 14ഉം 7ഉം കട്ട് ചെയ്യാം. എത്ര? 2ഉം 1ഉം. അതുപോലെ 3ഉം 9ഉം കട്ട് ചെയ്യാം. 3ഉം 1ഉം. സോ ആൻസർ വിൽ ബി 2 by 3. നെക്സ്റ്റ്, കമ്പയറിംഗ് ഫ്രാക്ഷൻസ്. നിങ്ങൾക്ക് രണ്ട് ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതില് വലിയ ഫ്രാക്ഷൻ ഏതാണ്, ചെറിയ ഫ്രാക്ഷൻ ഏതാണ്, അതാണ് കമ്പയറിംഗ് ഫ്രാക്ഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. 3 by 7, 4 by 7. ഇവിടെ എന്താ പ്രത്യേകത? രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ന്യൂമറേറ്ററില് വലിയ നമ്പർ വരുന്ന ഫ്രാക്ഷൻ ഏതാണ്? ഇതില് 4 ആണ് വലിയ നമ്പർ ന്യൂമറേറ്ററിൽ 3നേക്കാളും. സോ ദാറ്റ് ഫ്രാക്ഷൻ വിൽ ബി ദ ബിഗർ ഫ്രാക്ഷൻ. ഓക്കെ, സെക്കൻഡ്, തിരിച്ചു വരിക. ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഇവിടെ 8ഉം ന്യൂമറേറ്റർ രണ്ട് സെയിം, ഡിനോമിനേറ്റർ ഡിഫറെന്റ്. അങ്ങനെയാണെങ്കിൽ നേരെ തിരിഞ്ഞു വരും. എന്താ ഉള്ളതില്? ഡിനോമിനേറ്ററിലെ ഏതാണോ ചെറിയ നമ്പർ, ഡിനോമിനേറ്ററിലെ ചെറുത് 3ഉം 5ഉം, ചെറുത് 3 ആണ്. അപ്പൊ ഡിനോമിനേറ്ററിലെ ചെറിയ നമ്പർ വരുന്ന ഫ്രാക്ഷൻ അത് 8 by 3 ആണ്. അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഓക്കെ, ഇനി ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ന്യൂമറേറ്ററും സെയിം അല്ല, ഡിനോമിനേറ്ററും സെയിം അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക, അല്ലെങ്കിൽ ന്യൂമറേറ്റർ സെയിം ആക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു. എന്ത് ചെയ്താൽ മതി? LCM എടുക്കുക. 4ന്റെയും 3ന്റെയും LCM 12 ആണ്. അപ്പോൾ ഇതിനെ 12 ആക്കാൻ ഇൻറ്റു 3, അപ്പോൾ മുകളിലും ഇൻറ്റു 3, ഇവിടെ ഇൻറ്റു 4, ഇവിടെയും ഇൻറ്റു 4. അപ്പൊ എന്തായി? 3 into 3 9 by 12, ഇവിടെ 4 by 12. ഇപ്പൊ എന്തായി? ഡിനോമിനേറ്റർ സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ ഫ്രാക്ഷൻ വിത്ത് ദ ഹയർ ന്യൂമറേറ്റർ അതാരാ? 9. അപ്പൊ ഈ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. ഈ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? ഇവിടെ 3 by 4. സോ 3 by 4 വിൽ ബി ഗ്രേറ്റർ ദാൻ 1 by 3. ഇനി രണ്ട് ഫ്രാക്ഷൻ വരികയാണെങ്കിൽ വളരെ എളുപ്പമുള്ള മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രോസ് മെത്തേഡാണ്. ഒന്നും നോക്കണ്ട, ഈ 3 കൊണ്ട് ഇതിനെ ഇൻഡ്യൂ ചെയ്യുക.
അപ്പൊ എന്ത് വരും 3 into 3 അത് ഇവിടെ എഴുതി 3 into 3. അതുപോലെ ഈ 4 കൊണ്ട് ഇതിനെ ഇൻഡു ചെയ്യുക. അതായത് ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മറ്റേ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെ ഇൻഡു ചെയ്യുക. അപ്പോൾ 4 into 1 3 into 3 9 4 into 1 4. അപ്പം 9 ആണ് 4 9 ആണ് വലുത്. അപ്പം 9 വരുന്ന ഏതാണ് ഇത്. സോ 3/4 will be the greater fraction. Let us enter into our first section, that is introduction. Suppose someone asks you, will it rain today? What will you do? You just come out from your house and look into the sky. Oh, it consists of darker clouds. So, what will be your answer? Yes, definite, there will be rain. Suppose if the sky is clear, so what will be your answer? No, it will not rain today. ചിലപ്പോൾ മറ്റൊരു കേസും കൂടെ വരാം. എന്താ? If there are a few clouds in the sky, so your answer will be there may be a chance of rain. അപ്പോൾ ചാൻസ് എന്ന വേർഡിന് പകരം നമ്മൾ മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കേസിൽ മഴ പെയ്യുമോ എന്ന ആ കേസിൽ 3 കേസുകളാണ് പറഞ്ഞത്. ആദ്യം ഡാർക്ക് ക്ലൗഡ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? തീർച്ചയായും ഇന്ന് മഴ പെയ്യും, അല്ലെ? മഴ പെയ്തിരിക്കും. അതാണ് സർട്ടൺ എന്ന് പറയുന്നത്, ഉറപ്പാണ്, അല്ലെ? ഉറപ്പിച്ച് പറയുകയാണ്, അവിടെ ഡെഫിനറ്റ് ആയിട്ട് മഴ പെയ്തിരിക്കും. രണ്ടാമത് എന്താ പറഞ്ഞത്? ക്ലിയർ സ്കൈ ആയതുകൊണ്ട് മഴ ഒരിക്കലും പെയ്യില്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ, അല്ലെ? സാധിക്കില്ല, മഴ പെയ്യില്ല. അടുത്തത് എന്താ പറഞ്ഞ? ഫ്യൂ ക്ലൗഡ്സ് ഉള്ളതുകൊണ്ട് there may be a chance of rain. മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ദ ഈക്വലി ലൈക്ലി കേസ്. മാത്തമാറ്റിക്സിൽ നമ്മൾ ഈ സർട്ടൺ കേസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ 1 ആണ്, ഇമ്പോസിബിൾ കേസിനെ 0. അപ്പം ഇതിന്റെ കറക്റ്റ് നടുക്ക് വരുന്നത് എന്തായിരിക്കും? 0.5. ഇനി പെർസെന്റേജിലാണെങ്കിൽ 1 can be represented as 100%, here 0%, here 50%. നിങ്ങൾ 50-50 എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് എ ഈക്വലി ലൈക്ലി കേസ്. ഇനി ഫ്രാക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് 1/2, ഇത് എന്ത് തന്നെയാണ്? ആക്ച്വലി 1/1 1 തന്നെയാണ്. ഇത് 0/1, അത് 0 തന്നെയാണ്. ഇതാണ് 3 കേസ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ 0 മുതൽ 1 വരെയാണ്, അല്ലെ? പ്രോബബിലിറ്റിനെ നമ്മൾ P എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ തൽക്കാലം P of E എന്ന് പറയുകയാണ്. E എന്ന് പറഞ്ഞാൽ ഈവന്റ് എന്നാണ്, അത് ഞാൻ പറഞ്ഞു തരാം. പ്രോബബിലിറ്റിയുടെ വാല്യൂ 0 മുതൽ 1 വരെയാണ്. നമുക്കത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇതിന്റെ മീനിങ് എന്താണ്? പ്രോബബിലിറ്റിയുടെ വാല്യൂ ഈക്വൽ ടു 0 ആകാം, ഗ്രേറ്റർ ദാൻ 0 ആകാം. അതുപോലെ അപ്പുറത്തെ സൈഡ് പ്രോബബിലിറ്റിയുടെ വാല്യൂ ഈക്വൽ ടു 1 ആകാം, ലെസ് ദാൻ 1 ആകാം. എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ 0 മുതൽ 1 വരെയാണ്. നിങ്ങളുടെ മാത്തമാറ്റിക്സ് പ്രോബബിലിറ്റിയുമായി റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഒരിക്കലും 1-നേക്കാളും കൂടാനും പാടില്ല, 0-നേക്കാളും കുറയാനും, എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവാനും പാടില്ല. നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സപ്പോസ് നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു 0.6 ആണെന്ന് വിചാരിക്കുക. 0.6 ആണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടിന്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ 0.6, 0.7 ഇങ്ങനെ വാല്യൂസ് ആണെങ്കിൽ, ഇവിടെ നിങ്ങളുടെ കിട്ടുന്ന വാല്യൂസ് ആണെങ്കിൽ ആ ഈവന്റ് നടക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കിട്ടുന്ന വാല്യൂ 0.4, 0.3, 0.2, 0.1 അങ്ങനെയാണെങ്കിൽ ആ ഈവന്റ് നടക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഇത് ഓർത്തിരിക്കുക. ഇനി അതുപോലെ നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തൊരു ഫോർമുല നമുക്ക് പഠിക്കാം. P of E പ്ലസ് P of E bar ഈക്വൽ ടു 1. P of E എന്ന് പറഞ്ഞാൽ ആ ഈവന്റ് നടക്കാനുള്ള സാധ്യത. സപ്പോസ് അത് നമ്മൾ 1ഉം P of E bar എന്ന് പറഞ്ഞാലോ ആ ഈവന്റ് ഒരിക്കലും നടക്കരുത്. ദാറ്റ് ഈസ് എ ഇമ്പോസിബിൾ കേസ്. 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് P of E എന്ത് കിട്ടും? ഈ P of E ബാറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ എന്ത് വരും? 1 മൈനസ് P
പി ഓഫ് ഇ ബാർ. അതുപോലെ പി ഓഫ് ഇ ബാർ ആണെങ്കിലോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ഇ ആയിരിക്കും. ഈ ഫോർമുല നമ്മൾ ഇതുമായി ഒന്ന് അറിഞ്ഞ് ഇരിക്കുക. Terms related to probability. First one, experiment. An experiment is a process by which we observe something uncertain. അതായത് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്, അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത സംഭവമായിരിക്കും. എക്സാമ്പിൾ, ടോസിങ് ഓർ ഫ്ലിപ്പിംഗ് എ കോയിൻ. ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്താൽ അത് ഹെഡ് ആണോ ടെയിൽ ആണോ കിട്ടുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റാത്ത സംഭവം. നെക്സ്റ്റ്, ത്രോയിങ് ഓർ റോളിംഗ് എ ഡൈസ്, ദെൻ ഷഫ്ലിംഗ് കാർഡ്സ്, ദെൻ നമ്പർ ഓഫ് സിക്സസ് ഇൻ എ ക്രിക്കറ്റ് മാച്ച്. നെക്സ്റ്റ് ടേം, ഈവന്റ്. An event is an outcome or defined collection of outcomes of a random experiment. ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഔട്ട്കമ്മുകളെ ആണ് നമ്മൾ ഈവന്റ് എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിന്റെ ലെവലില് ഈവന്റും ഔട്ട്കമ്മും തൽക്കാലം ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായി നിങ്ങൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. എക്സാമ്പിൾ, ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം ആണ് ഹെഡും ടെയിലും. അതിനെ ഈവന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സെറ്റ് ഹെഡ്, അതുപോലെ സെറ്റ് ടെയില്. നെക്സ്റ്റ്, റോളിംഗ് എ ഡൈസ്. ഒരു ഡൈസ് എടുത്ത് എറിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 2 3 4 5 6. അതിനെ ഈവന്റ് എന്ന് പറയുകയാണെങ്കിൽ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4, സെറ്റ് 5 ആൻഡ് സെറ്റ് 6. പ്രോബബിലിറ്റിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, വെതർ ഫോർകാസ്റ്റിന് അവര് യൂസ് ചെയ്യാറുണ്ട്. നമ്മളെ ഒരു ക്രിക്കറ്റ് കളി അല്ലെ ഫുട്ബോൾ കളി അങ്ങനെയുള്ള ഗെയിമിന് പ്രഡിക്ഷൻസിന് അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനിപ്പോ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോ എനിക്കറിയാം ഇന്ന് ഞാൻ പോകുന്ന റൂട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അല്ലെ, പേപ്പർ ന്യൂസ് അനുസരിച്ച് അവിടെ സമരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ റൂട്ട് എടുക്കില്ല, ഞാൻ മറ്റൊരു റൂട്ട് സെലക്ട് ചെയ്യും. കാര്യം എന്താ, സ്ഥിരം പോകുന്ന റൂട്ടിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ആ റൂട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ എത്തുന്ന സമയം വളരെയധികം ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, മറ്റൊരു റൂട്ട് എടുക്കും. ഇതെല്ലാം ഈ പറയുന്ന പ്രോബബിലിറ്റിയുടെ കുറെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ലൈഫിൽ. നെക്സ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് പോസിബിലിറ്റീസ് ആസ് നമ്പേഴ്സ്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എക്സാമിനേഷന് സപ്പോസ് 51 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മാർക്ക് റിപ്പോർട്ട് ചെയ്യും? നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ എന്ത് കാണാം, 51/80 ആണല്ലോ. ഈ 80 എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷയിലെ ടോട്ടൽ മാർക്ക്. വാട്ട് അബൌട്ട് ദിസ് 51? ദാറ്റ് ഇസ് എ മാർക്ക് യു ഒബ്റ്റെയിൻഡ് ഇൻ ദ എക്സാമിനേഷൻ, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്. അപ്പം ഇതുപോലെ നമ്മുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനും ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയാണ് പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ് ആൻഡ് ഈവന്റ്. ഒരു സംഭവം നടക്കാനുള്ള സാധ്യത. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ആസ് പി ഓഫ് ഇ. വാട്ട് ഈസ് ദ ഫോർമുല? പി ഓഫ് ഇ ഈക്വൽ ടു number of favorable outcomes by number of total outcomes. Favorable എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഔട്ട്കം, ടോട്ടൽ ഔട്ട്കം ആ ഈവന്റ് നടക്കുമ്പോൾ ഉള്ള ഔട്ട്കം. ഫോർ ആൻ എക്സാമ്പിൾ, ഡൈ എടുത്ത് എറിയുകയാണ്, എനിക്ക് വേണ്ടത് ഈവൻ നമ്പേഴ്സ്. ഡൈസിലെ ഈവൻ നമ്പേഴ്സ് ഏതെല്ലാമാണ്? 2 4 6. അപ്പൊ എത്ര എണ്ണം? 3 എണ്ണം. ഡൈസിലെ ടോട്ടൽ ഔട്ട്കമോ 1 2 3 4 5 6. എത്രണ്ണം? 6. അപ്പോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 3ഉം നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം ഈ കേസിൽ 6ഉം ആണ്. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ബോക്സ് ആണ്. ബോക്സിന്റെ അകത്ത് 6 ബ്ലൂ ബോൾസും 4 റെഡ് ബോൾസും ഉണ്ട്. ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ് വിതൗട്ട് ലുക്കിംഗ് ഇൻസൈഡ് ഇറ്റ്, what is the probability of it being a blue ball? അല്ലെ, കണ്ണുമടച്ച് ആ ബോക്സിന്റെ അകത്ത് നിന്ന് നമ്മളൊരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് ബ്ലൂ ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അതുപോലെ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം.
അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക, പ്രോബബിലിറ്റിയുമായി റിലേറ്റ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇതുപോലെ തന്നിരിക്കുന്ന ഡേറ്റയെ ഒരു ബോക്സിന്റെ അകത്ത് ആക്കി എഴുതാൻ പറ്റിയാൽ അത് പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പം ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ ആദ്യം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ ബ്ലൂ ബോൾ? ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി. വാട്ട് ഈസ് ദ ഫോർമുല? ഫോർമുല ഈസ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചത് ഏത് ബോളാണ്? ആദ്യത്തേല് ബ്ലൂ ബോളാണ് അല്ലെ? ബ്ലൂ ബോൾ കിട്ടാൻ ഇതിൽ എത്ര ബ്ലൂ ബോൾ ഉണ്ട്? ബ്ലൂ ബോൾ 6 ഉണ്ട്. അപ്പോൾ ബ്ലൂ 6. ഇനി എന്താ വേണ്ട? നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ അപ്പോൾ അങ്ങ് എഴുതുക, ഈ രണ്ട് നമ്പറും കൂടെ അങ്ങ് ആഡ് ചെയ്യുക. 6 + 4 = എത്രയാ? 10. അപ്പൊ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? ടോട്ടൽ 10 ബോൾസ് ഉണ്ട്. ദാറ്റ് വിൽ ബി ദ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം. അത് രണ്ടും കൂടെ 2ന്റെ ടേബിളിൽ ആയതുകൊണ്ട് കട്ട് ചെയ്യാം. എത്ര വരും? 3ഉം 5ഉം = 3/5. What about the probability of it being a red? Equal to favorable. ഏതാണ്? red. How many red balls are there? There are 4 red balls. So the numerator will be 4. And what about the denominator? There are total 10 balls. So 4/10. കട്ട് ചെയ്യാം. ഇവിടെ 2ഉം ഇവിടെ 5ഉം = 2/5. ഓക്കെ, ഈ ക്വസ്റ്റ്യനില് 2 ബാഗ് 1, ബാഗ് 2. ആദ്യത്തെ ബാഗില് 3 റെഡ് ബീഡും 7 ഗ്രീൻ ബീഡും. ബീഡ് എന്ന് പറഞ്ഞാൽ മുത്ത്. അടുത്ത രണ്ടാമത്തെ ബാഗില് 4 റെഡ് മുത്തുകളും ബീഡുകളും 8 ഗ്രീൻ ബീഡുകളും. ക്വസ്റ്റ്യൻ നമ്പർ 1, ആദ്യത്തെ ബാഗിൽ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ബാഗിൽ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ 2 ബാഗിൽ നിന്നും റെഡ് കിട്ടാൻ ഏത് ബാഗിനാണ് സാധ്യത കൂടുതൽ? ആദ്യം തന്നെ ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ ഓരോ ബോക്സിന്റെ താഴെ അതിന്റെ ടോട്ടൽ അങ്ങോട്ട് എഴുതുക. ഇവിടെ ടോട്ടൽ എത്രയാണ്? 3 + 7 = 10. ഇവിടുത്തെ ടോട്ടൽ 4 + 8 = 12. Okay, first question. What is the probability of getting red bead from the first bag? First bag il red. അപ്പൊ നമ്മുടെ ഫോർമുല എന്താണ്? Probability = number of favorable outcome. ആദ്യത്തേല് ഫേവറബിൾ ഔട്ട്കം എന്താണ്? ഒന്നാമത്തെ ബാഗില് റെഡ്. എത്രയാണ് റെഡ്? 3. അപ്പോൾ 3 / ടോട്ടൽ 10. അപ്പം ഇതാണ് ആദ്യത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. വാട്ട് അബൌട്ട് ഇൻ ദ സെക്കൻഡ് ബാഗ്? റെഡിന്റെ എണ്ണം 4. സോ എന്ത് വരും? 4/12. അപ്പോൾ ഇത് 4ന്റെ ടേബിൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1ഉം ഇവിടെ 3ഉം = 1/3. ഇപ്പൊ ആദ്യത്തെ 2 പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ബാഗ് ഹാസ് ഹയർ പ്രോബബിലിറ്റി ഫോർ റെഡ്? റെഡ് ഏത് ബാഗിൽ നിന്ന് കിട്ടാനാണ് സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബാഗില് 3/10, രണ്ടാമത്തെ ബാഗില് 1/3. എന്ത് ചെയ്താൽ മതി? ഈ രണ്ടെണ്ണത്തില് ഫ്രാക്ഷൻ ഏതാണ് ബിഗസ്റ്റ് ഫ്രാക്ഷൻ നോക്കിയാൽ മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. 3/10ഉം രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാൻ 1/3ഉം. എന്ത് ചെയ്താൽ മതി? ഹയർ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ക്രോസ് ചെയ്യുക. ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുക, ഇതുകൊണ്ട് ഇതിനെ 3 × 3. അപ്പുറത്തെ സൈഡില് 10 × 1, 10 × 1, 3 × 3 9, 10 × 1 10. 10 കിട്ടിയത് ഈ ഫ്രാക്ഷൻ, അതായത് 1/3 ആണ്. 1/3 വരുന്ന ഏത് ബാഗാണ്? രണ്ടാമത്തെ ബാഗ്. അപ്പം ഈ ക്വസ്റ്റ്യനില് ഒരു ബോക്സില് 1, 2, 3 അങ്ങനെ 50 വരെയുള്ള 50 സ്ലിപ്പുകൾ, ഓരോ സ്ലിപ്പില് 1, അടുത്ത സ്ലിപ്പില് 2, അങ്ങനെ 50 സ്ലിപ്പുകൾ ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കണ്ണും അടച്ച് നമുക്ക് എന്ത് ചെയ്യണം? അതില് ഒരു നമ്പർ എടുക്കണം. ഈ ചോദ്യം ഇതില് പ്രൈം നമ്പർ കിട്ടാനുള്ള സാധ്യതയാണോ അതോ മൾട്ടിപ്പിൾ ഓഫ് 5 കിട്ടാനുള്ള പ്രോബബിലിറ്റി സാധ്യതയാണോ കൂടുതൽ എന്നാണ് ചോദ്യം. സോ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഇവിടെ ആദ്യം ടോട്ടൽ എത്ര?
ടോട്ടൽ 50 സ്ലിപ്പുകൾ ഉണ്ട്. ബോക്സിന്റെ താഴെ എഴുതി. ആദ്യത്തെ പ്രൈം നമ്പേഴ്സ് ആണ്. 1 മുതൽ 50 വരെ 15 പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആ പ്രൈം നമ്പേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 to 50 വരെ there are 15 prime numbers. അതുപോലെ what about the number of multiples of 5? ടോട്ടൽ 10 മൾട്ടിപ്പിൾസ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ തന്നെ ആൻസർ കിട്ടിയല്ലോ. ഏത് കിട്ടാനായിരിക്കും പ്രോബബിലിറ്റി കൂടുതൽ? പ്രൈം നമ്പർ ആണോ മൾട്ടിപ്പിൾ ഓഫ് 5 ആണോ? ഏതാ? ഓക്കെ, വെരി ഗുഡ്. അത് മനസ്സിലിരിക്കട്ടെ. നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ശരി, ആദ്യം നമുക്ക് പ്രൈം നമ്പർ ഫോർമുല നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. പ്രൈം നമ്പർ എത്ര? 15. അപ്പോൾ 15 ബൈ ടോട്ടൽ ഔട്ട്കം 50. ഇത് ഓക്കെ. അടുത്തത് ഇത് നമുക്ക് വെട്ടി ചെറുതാക്കാം. 5ന്റെ ടേബിൾ കട്ട് ചെയ്യുമ്പോൾ 3/10 എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ മൾട്ടിപ്പിൾ ഓഫ് 5 there are 10 multiples of 5. So 10/50. ഇത് 10-ലായതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് 5 കൊണ്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? 2/10 ഈക്വൽ ടു 2/10. അപ്പൊ നമുക്കിവിടെ രണ്ടിന്റെയും പ്രോബബിലിറ്റി കണ്ടു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഏത് കിട്ടാനാണ് കൂടുതൽ? ഉള്ളതിലെ ലാർജർ ഫ്രാക്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. 3/10ഉം 2/10ഉം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററിൽ വലിയ നമ്പർ വരുന്ന ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. 3/10 വന്നത് ഏതാണ്? ദാറ്റ് ഈസ് പ്രൈം നമ്പർ. സോ പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ടോട്ടൽ ബോൾസ്, അതായത് ബ്ലാക്ക് ബോളുകളുടെയും വൈറ്റ് ബോളുകളുടെയും ടോട്ടൽ എണ്ണം എത്രയാണ്? 30 ആണ്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/5 ആണ്. ഇനി കണ്ടുപിടിക്കാനുള്ളത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്പർ ഓഫ് വൈറ്റ് ബോൾ. എത്ര വൈറ്റ് ബോൾ ഉണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ 3 നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ് P of E പ്ലസ് P of E bar ഈക്വൽ ടു 1. അത് ഒരു സംഭവം നടക്കാനുള്ള പ്രോബബിലിറ്റിയും നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയും അതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. ഇവിടെ ആരെല്ലാമാണ്? 2 ബോളുകളാണ്, ബ്ലാക്ക് ബോളും വൈറ്റ് ബോളും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഈക്വൽ ടു 1. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വൈറ്റ് ബോളിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/5 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ ഈക്വൽ ടു 1. കണ്ടുപിടിക്കാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ. അപ്പൊ എന്ത് ചെയ്യാം? ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. കണ്ടുപിടിക്കാനുള്ളതിനെ അവിടെ നിർത്തുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? That is P of B. B means black ball equal to 1 minus 1/5. 1നെ നമുക്ക് ഇത് ഡിനോമിനേറ്റർ 5 ആയതുകൊണ്ട് 1നെ 5/5 മൈനസ് 1/5. 5/5 1 തന്നെയാണ്. ഇപ്പൊ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയി. സോ 5 minus 1/5 ഈക്വൽ ടു 4/5 എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി 4/5 ആണ്. ഫസ്റ്റ് പാർട്ട് ആയി. സെക്കൻഡ് പാർട്ട് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്. നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ഈക്വൽ ടു എന്താണ്? പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? വൈറ്റ് ബോളിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വൈറ്റ് ബോളിന്റെ പ്രോബബിലിറ്റിനെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഈക്വൽ ടു വൈറ്റ് ബോളിന്റെ പ്രോബബിലിറ്റി 1/5 ഇൻറ്റു ടോട്ടൽ ബോൾ 30 ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാം 6. അപ്പൊ എത്ര? 6 വൈറ്റ് ബോൾസ്. അടുത്ത നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ. അതും ഇതുപോലെ തന്നെ ചെയ്യാം. ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. അപ്പോൾ എത്രയാണ്? P of B നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് 4/5 ഇൻറ്റു 30. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്തു 6 ഈക്വൽ ടു 4 into 6 24 ബ്ലാക്ക് ബോൾസ്. ബ്ലാക്ക് ബോൾ മറ്റു രീതിയിലും കണ്ടുപിടിക്കാം. ബ്ലാക്ക് ബോൾ ഈക്വൽ ടു ടോട്ടൽ
നമ്പർ ഓഫ് ബോൾസ് മൈനസ് വൈറ്റ് ബോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾ 30 ആണ്, വൈറ്റ് ബോള് 6 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 24. ഈ രീതിയിലും എന്ത് ചെയ്യാം? ബ്ലാക്ക് ബോൾ കണ്ടുപിടിക്കാം.